What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 3 ആയിട്ടുള്ള ലീൻ പ്രോട്ടീൻ തരുന്ന ഫുഡുകളെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിറ്റ്നസിന്റെ കേസിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോട്ടീൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലപോലെ മസിൽ ബിൽഡിംഗ് നമ്മൾ സഹായിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇതാണ് നമ്മുടെ 3 മാക്രോ ന്യൂട്രിയൻസ്. ഇതിൻ്റെ അകത്ത് ഈ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ബിൽഡിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ കെട്ടിടമൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ കട്ട വയ്ക്കുന്നതിന് ആ തുല്യമായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ്റെ കേസിലോട്ട് വരുന്നത്. കാരണം പ്രോട്ടീനെ എല്ലാവരും തന്നെ വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മസിൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. പക്ഷേ പ്രോട്ടീൻ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീൻ ആയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നിങ്ങൾക്ക് കഴിക്കാവുന്നത് എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് വളരെയധികം പ്രോട്ടീൻ കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. ഈ പറയുന്ന ഫാറ്റിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒട്ടും ലാടിക്കണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. ഏതൊക്കെയാണ് ഫുഡ് നോക്കാം, നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്സ് തന്നെയാണ്. അപ്പോൾ എഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു ഫുഡാണ് നമ്മുടെ എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ എഗ് വൈറ്റ്സ് അല്ലെങ്കിൽ എഗ്സ് ഒക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മസിൽ ബിൽഡിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീൻ പ്രോട്ടീനെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾ എഗ്സിനെ പറ്റിയല്ല ഇവിടെ സംസാരിക്കേണ്ടത്, നമ്മളിവിടെ സംസാരിക്കേണ്ടത് വൈറ്റിനെ പറ്റിയാണ്, എഗ് വൈറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ എഗ്സ് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് യെല്ലോയും കൂടെ വരുന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഫാറ്റിന് കണ്ടന്റ് വളരെയധികം കൂടുതൽ വരുന്നുണ്ട്. ഈവൻ നമുക്കൊരു ഫുൾ എഗ് എടുത്ത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിലും നമ്മളത് അതുകൊണ്ട് തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ലീൻ പ്രോട്ടീൻ്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എഗ് വൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ എഗ് വൈറ്റ്സിലോട്ട് വന്നു കഴിയുമ്പോൾ പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ എഗ് വൈറ്റ് എടുത്ത് കഴിയുമ്പോൾ 4 ഗ്രാം പ്രോട്ടീൻ മാത്രമേ വരുന്നു. പക്ഷേ അത് ലീനാണ്, അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഫാറ്റിൻ്റെയും അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീൻ പ്രോട്ടീനിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എഗ് വൈറ്റ്സ് ആണ്. അപ്പോൾ എഗ് വൈറ്റ്സ് നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ ഗോളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വെയിറ്റ് എന്തോരുവാണോ അത്രയും പൗണ്ടിൽ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ കിലോ 100 പൗണ്ടായി. അപ്പോൾ 100 പൗണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 100 ഗ്രാമോളം പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗോളിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്തോരം എഗ് വൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്യുക. ഒരു 5 എഗ് വൈറ്റ്സ് അല്ല 6 എഗ് വൈറ്റ്സ് ഒക്കെ ഒരു സമയം കഴിച്ചെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്ര ആളുകൾ കഴിക്കാൻ തന്നെ എഗ് വൈറ്റ്സിൻ്റെ കേസ് കൊണ്ട് കഴിയുമ്പോൾ എത്ര ആളുകൾ കഴിക്കാവുന്നതാണ്, നിങ്ങളുടെ ഗോളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഫുഡ്. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എഗ് വൈറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഹോൾ ചിക്കൻ അല്ല നമ്മൾ പറയുന്നത്, ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഹോളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ തന്നെ മതി, നമ്മുടെ ആ ചിക്കൻ്റെ ലെഗിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ലീൻ പ്രോട്ടീൻ കാറ്റഗറിയിലോട്ട് നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ചിക്കൻ ബ്രസ്റ്റിലോട്ട് വന്നു നിങ്ങൾ നോക്കിയാൽ തന്നെ മതി, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഫൈബർ വലിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ആയിട്ട് തന്നെയായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ സാധാരണ നമ്മൾ ഹോൾ ചിക്കനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വിലയിൽ കുറച്ച് കൂടുതൽ കാണും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ബോൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്യൂർ ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ അത് വർത്താണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം ചിക്കൻ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം 46 ഗ്രാമോളം തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രോട്ടീൻ തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കിടിലൻ സോഴ്സാണ് നമ്മുടെ ഈ പറയുന്ന ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് നിങ്ങൾ ഈ മേടിച്ചിട്ട് നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുണവും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാക്സിമം ബോയിൽ ചെയ്തൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ റെസിപ്പീസ് അവൈലബിൾ ആണ്. ഓയിൽ ആഡ് ചെയ്യാതെ എങ്ങനെയാണ് ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇഷ്ടംപോലെ റെസിപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ആ രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് ഡിന്നറിൻ്റെ ടൈമിലോ അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ ടൈമിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗോൾ എന്തോരമാണ്, നിങ്ങൾക്ക് എന്തോരമാണ് പ്രോട്ടീൻ ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫുഡ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫുഡിലോട്ട് പോകാം. മൂന്നാമത്തെ ഫുഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷാണ്. ഇപ്പോൾ ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഫിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫിഷിൻ്റെ അകത്ത് നമുക്ക് അതിനകത്ത് ഫാറ്റ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഫിഷ് എന്തോരം ഡാർക്കറായിട്ട് വരുന്നു അതിനകത്ത് അത്ര അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ഫാറ്റിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരും. നമ്മൾ ഉദാഹരണത്തിന് സാൽമൺ ഫിഷൊക്കെ എടുത്ത് നോക്കിയാൽ മതി. സാൽമൺ ഫിഷൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു റെഡിഷ് കളർ, നല്ല ഡാർക്ക് കളറിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ
അതിനകത്ത് ധാരാളമായിട്ട് ഫാറ്റ് നിലനിൽക്കുന്നത്. ഫാറ്റ് എന്ന് പറയുമ്പോൾ പക്ഷേ ഹെൽത്തി ഫാറ്റ് ആണ്. പക്ഷേ ഹെൽത്തി ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആ ഒരു ഡാർക്കർ ഫിഷ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീൻ പ്രോട്ടീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലീൻ പ്രോട്ടീനകത്ത് മാക്സിമം ഈ പറയുന്ന ഫാറ്റും അതുപോലെ കാർബോഹൈഡ്രേറ്റും കുറഞ്ഞു തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ഫിഷിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലോപ്പിയ ഫിഷ് തന്നെയാണ്. അപ്പോൾ സിലോപ്പിയക്കകത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നിന്ന് 20 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊരു പ്രോട്ടീനാണ് വരുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കിട്ടുന്ന ഫുഡാണ് നമ്മുടെ ഈ പറയുന്ന ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫിഷ് നമുക്ക് എല്ലാ ദിവസവും തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട് ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് താഴെ കിടന്ന് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കിടന്ന് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ഉണ്ട് നമുക്ക്. ബൈ.